നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ ആധിപത്യത്തിന്റെ ഏകപക്ഷീയമായ നാളുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിലെ യഥാർത്ഥ കളി റഷ്യ ആരംഭിച്ചിരിക്കുകയാണ്. വെനസ്വലൻ തീരത്ത് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കാട്ടിയ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാനല്ല, പകരം അമേരിക്കയെ വിറപ്പിക്കാനാണ് റഷ്യൻ നാവികസേന എത്തിയതും. ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് അത്യാധുനിക സ്റ്റെൽത്ത് അന്തർവാഹിനികളുമായി റഷ്യൻ കരുത്ത് സമുദ്രമധ്യത്തിൽ അണിനിരന്നിരുന്നു. ഇത് വെറും ഒരു നാവിക വിന്യാസമല്ല, മറിച്ച് അമേരിക്കൻ അഹങ്കാരത്തിന് റഷ്യ നൽകുന്ന പരസ്യമായ പ്രഹരമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. ഇന്നലെ നേർക്കുനേരായിരുന്നു അമേരിക്കയും റഷ്യയും കടലിൽ വന്നിരുന്നത്. കടലിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന ആക്രമണവും ചെറുത്തുനിൽപ്പുമുണ്ടായി. 2 ആഴ്ച നീണ്ടുനിന്ന നാടകീയ പിന്തുടരലിനൊടുവിൽ റഷ്യൻ പതാകയുള്ള വെനസ്വലയുമായി ബന്ധമുള്ള എണ്ണക്കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സേന പിടിച്ചെടുക്കുകയും ചെയ്തു. കപ്പലായ മരീനേര, പഴയ പേര് ബെല്ല 1 ആണ്, അതിസാഹസികമായ നീക്കത്തിലൂടെ US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. അറ്റ്ലാന്റിക്കിന്റെ വടക്കൻ മേഖലയിൽ വെച്ചായിരുന്നു അമേരിക്കയുടെ കമാൻഡോ മോഡൽ നീക്കം. റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ പ്രകാരം അമേരിക്കയുടെ MH-6 ലിറ്റിൽ ബേർഡ് ഹെലികോപ്റ്റർ കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറന്നതായും പ്രത്യേക സേന കപ്പലിലേക്ക് ഇറങ്ങിയതായും സൂചനയുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിച്ച് എണ്ണ കടത്തിയെന്നാരോപിച്ചാണ് നടപടി. ഐസ്ലാൻഡിന്റെ 124 മൈൽ തെക്ക് വടക്കൻ സ്കോട്ട്ലാൻഡിന് അടുത്ത് വെച്ചാണ് കപ്പൽ പിടികൂടിയത്. ഇറാനിൽ നിന്ന് വെനസ്വലയിലേക്ക് അസംസ്കൃത എണ്ണ കൊണ്ടുപോയിരുന്ന ഈ കപ്പൽ അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. നേരത്തെ ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന കപ്പൽ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പിടികൂടാൻ ശ്രമിച്ചതോടെ പേര് മരീനേര എന്നാക്കി മാറ്റുകയും റഷ്യൻ കപ്പലായി രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ കപ്പലിന്റെ വശത്ത് ജീവനക്കാർ തന്നെ റഷ്യൻ പതാക പെയിന്റ് ചെയ്തിരുന്നു. അമേരിക്കൻ സേന കപ്പൽ വളയുമ്പോൾ ഒരു റഷ്യൻ അന്തർവാഹിനിയും മറ്റ് യുദ്ധക്കപ്പലുകളും തൊട്ടടുത്ത പ്രദേശത്ത് ഉണ്ടായിരുന്നതായും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് കപ്പലിനെ സ്വതന്ത്രമാക്കണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. റഷ്യ US സേനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നതായും വിവരമില്ല. വെനസ്വലയ്ക്കെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. കഴിഞ്ഞ ആഴ്ച വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ US സേന പിടികൂടിയതിന് പിന്നാലെയാണ് ഈ നാടകീയ നീക്കം. വെനസ്വലയിലേക്കും പുറത്തേക്കുമുള്ള എണ്ണക്കപ്പലുകൾ തടയുന്ന ഉപരോധം ശക്തമാക്കണമെന്നും ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ പിടിച്ചെടുത്ത കപ്പൽ US നിയന്ത്രണത്തിലാണെന്നും ഇത് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെയും നീതിന്യായ വകുപ്പിന്റെയും നടപടികളുടെ ഭാഗമാണെന്നും അമേരിക്കൻ യൂറോപ്യൻ കമാൻഡ് അറിയിച്ചു. നിക്കോളാസ് മഡൂറോയെ തടവിലാക്കിയതിന് പിന്നാലെ വെനസ്വലയിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ എണ്ണക്കപ്പലുകൾക്കും ട്രംപ് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് മറികടക്കാൻ 16ഓളം വമ്പൻ ടാങ്കറുകൾ ഡാർക്ക് മോഡിൽ, അതായത് സിഗ്നലുകൾ ഓഫാക്കി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. മഡൂറോയുടെ പിൻഗാമി ഡെൽസി റോഡ്രിഗസ് ഇതിനെ കടൽ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ നാവികസേനയെ കബളിപ്പിക്കാൻ കപ്പലുകൾ വ്യാജ ലൊക്കേഷൻ സിഗ്നലുകൾ നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വെനസ്വലയിൽ രഹസ്യ എണ്ണക്കടത്തിനെത്തുന്ന ടാങ്കറുകളെ പിടിച്ചെടുക്കുമെന്ന് US കഴിഞ്ഞ മാസവും പ്രഖ്യാപിച്ചു. 2 ടാങ്കറുകൾ പിടികൂടി. ഡിസംബർ 20-ന് വെനസ്വലയിലേക്ക് വരും വഴി കരീബിയൻ കടലിൽ വെച്ച് ബെല്ലയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. കപ്പൽ അറ്റ്ലാന്റിലേക്ക് രക്ഷപ്പെട്ടു. ബെല്ലയുടെ രജിസ്ട്രേഷൻ റഷ്യയിലേക്ക് മാറ്റി മാരിനേര എന്ന പേര് മാറ്റി. അതുവരെ ഗയാന രജിസ്ട്രേഷനിലായിരുന്നു. ഇതിനു പുറമെ അമേരിക്കൻ സൈന്യം കരീബിയൻ കടലിൽ മറ്റൊരു ഉപരോധത്തിലുള്ള എണ്ണക്കപ്പലും പിടിച്ചെടുത്തു. ഇത് 2ാമത്തെ കപ്പലാണ് അമേരിക്ക പിടിച്ചെടുക്കുന്നത്. അമേരിക്കൻ സൈന്യം എംബാറ്റി സോഫിയ എന്ന കപ്പൽ പിടിച്ചെടുത്തതായും അറിയിച്ചു. UK ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഉപരോധത്തിലുള്ളതും നിയമവിരുദ്ധവുമായ വെനസ്വലൻ എണ്ണയുടെ ഉപരോധം ലോകത്തെവിടെയും നിലവിലുണ്ടെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പെറ്റ് ഹെക്സത്തും പറഞ്ഞു. പിടികൂടിയ കപ്പൽ അമേരിക്കൻ സൈന്യം നിയമപാലകർക്ക് കൈമാറിയതായും ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AP-യോടും വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യം കഴിഞ്ഞ മാസമാണ് ഈ കപ്പൽ പിന്തുടർന്ന് പിടികൂടിയത്. വെനസ്വലയ്ക്ക് ചുറ്റുമുള്ള അമേരിക്കൻ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത്. വെനസ്വലയുടെ എണ്ണക്കപ്പലുകൾക്കെതിരായ ഉപരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മാരിനേരയെ ലക്ഷ്യമിട്ടത്.
വെനസ്വേലയുടെ എണ്ണക്കച്ചവടം വഴി ലഭിക്കുന്ന പണം അഴിമതിക്കും അടിച്ചമർത്തലിനും ഉപയോഗിക്കുന്നതായും അമേരിക്ക ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വെനസ്വേലയുമായി ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ അമേരിക്ക കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഡിസംബറിൽ വെനസ്വേലൻ തീരത്തെ എണ്ണക്കയറ്റം തടഞ്ഞ ശേഷം കപ്പലിൽ കയറാൻ അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ ശ്രമം മഡൂറോ സർക്കാരിനെതിരായ ഉപരോധ നയത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കപ്പൽ റഷ്യയിൽ രജിസ്റ്റർ ചെയ്തതോടെ റഷ്യ നിലപാട് കടുപ്പിച്ചു. റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി കപ്പലിന്റെ പക്ഷം പിടിച്ചു. സ്റ്റേറ്റ് മീഡിയയും വിദേശകാര്യ മന്ത്രാലയവും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചാണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെന്ന് തുറന്നടിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് റഷ്യൻ നാവികസേന നേരിട്ട് അകമ്പടി നൽകാൻ ഇറങ്ങിയത്. ഇത് മഡൂറോ സർക്കാരിനുള്ള പൂർണ്ണ സുരക്ഷ ഉറപ്പായി മാറി. ഇവിടെയാണ് റഷ്യൻ സൈനിക ശക്തിയും സാങ്കേതിക മികവും വ്യക്തമായി പുറത്തുവരുന്നത്. ആണവശേഷിയുള്ളതും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുമായ റഷ്യൻ അന്തർവാഹിനികൾ ദീർഘദൂരങ്ങളിലും ശബ്ദരഹിതമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ്. ഉപഗ്രഹ നിരീക്ഷണം, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, നാവിക ഡ്രോണുകൾ ഇവയെല്ലാം ചേർന്ന ഈ വിന്യാസം ഒരു ടാങ്കറിന്റെ സുരക്ഷ മാത്രമല്ല, മഡൂറോ ഭരണകൂടത്തെ തുടരുതെന്ന തന്ത്രപരമായ മുന്നറിയിപ്പാണ്. വെനസ്വേലയുമായുള്ള റഷ്യയുടെ ബന്ധം ഇതോടെ കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായ വെനസ്വേലയ്ക്ക് റഷ്യ ഒരു സൈനിക സാമ്പത്തിക രക്ഷാകവചമായി പ്രവർത്തിക്കുന്നു. ഊർജ സഹകരണം, ആയുധ ഇടപാടുകൾ, നാവിക സൈനിക പരിശീലനം ഇവയെല്ലാം ചേർന്ന് മഡൂറോ സർക്കാരിന്റെ നിലനിൽപ്പിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. വെനസ്വേലൻ എണ്ണയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് റഷ്യയുടെ തന്നെ ഊർജ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ ഭാഗമാണെങ്കിലും അതിലൂടെ മഡൂറോയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ ടാങ്കർ ശൃംഖലയുടെ പ്രാധാന്യവും ഉയരുന്നു. ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യ, ഇറാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ആശ്രയിക്കുന്ന ഈ ശൃംഖല ആഗോള എണ്ണ വിപണിയിലെ ഒരു നിശബ്ദ ശക്തിയായി മാറിയിട്ടുണ്ട്. സ്കിപ്പർ, സെഞ്ചുറീസ് തുടങ്ങിയ ടാങ്കറുകൾ പിടിച്ചെടുത്ത അമേരിക്കൻ നീക്കങ്ങൾ ഈ ശൃംഖലയെ തകർക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇതൊരു എണ്ണ കപ്പലിന്റെ പിന്തുടർച്ച മാത്രമല്ല, മഡൂറോയെ ലക്ഷ്യമിട്ട അമേരിക്കൻ ഉപരോധ സമ്മർദ്ദ നയങ്ങൾക്ക് റഷ്യ നൽകുന്ന തുറന്ന മറുപടിയാണിത്. റഷ്യ വെനസ്വേല സഖ്യത്തിന്റെ ആഴവും റഷ്യയുടെ നാവിക ശക്തിയും സാങ്കേതിക ആത്മവിശ്വാസവും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനമായി ഈ സംഭവം മാറുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ മോസ്കോയും കരക്കാസും ഒരുമിച്ച് നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്.